ഹലോ എവരി വൺ. ഞാൻ ഇന്ന് രാവിലെ ഭയങ്കര സന്തോഷത്തോടെ എഴുന്നേറ്റത്. കാരണം കണ്ണു തുറന്ന് കാണുന്നത് തന്നെ ഒരു അടിപൊളി വാർത്തയായിരുന്നു. മുഹമ്മദ് സനൂഫ്, ഒരു ഇസ്ലാമിക തീവ്രവാദികൾ, നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള ഒരു തീവ്രവാദിയാണ്. ഇവൻ സൗദിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സൗദിയിൽ നിന്ന് കേരളത്തിലോട്ട് ലാൻഡ് ചെയ്ത വഴിക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ പോലീസ് ഇവനെ തൂക്കി. ഇപ്പം 14 ദിവസമൊക്കെ റിമാൻഡ് ചെയ്ത് കിടക്കും. ഇവൻ ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെഹൽഗാം അറ്റാക്കിൽ നമ്മുടെ 26 ഇന്ത്യക്കാരെയാണ് കലിമ ചോദിച്ച് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഇസ്ലാമിക തീവ്രവാദികൾ കൊന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മലയാളിയായ വ്യക്തി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ മകൾ ഏഷ്യാൻ ന്യൂസിന് കൊടുത്തൊരു വീഡിയോയിൽ, അതിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആ വീഡിയോയുടെ താഴെ ഇവനൊരു കമൻറ്റ് കൊടുത്തു. ഞാൻ ആ കമൻ്റ് ഒന്ന് വായിക്കാം. ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫറിനെ കൊന്നു കളഞ്ഞത്? നന്നായി. ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും. ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ വേർപെടുത്തും. മറ്റു ലോക രാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും. കശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയുകയും എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ചു ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും. കാലങ്ങളായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി. ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും. സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല. ഇതാണ് ഇവൻ കൊടുത്ത കമൻറ്റ്. ഇവനൊരു പക്കാ ജിഹാദി തീവ്രവാദിയാണ്. എപ്പോൾ വേണേലും പൊട്ടിത്തെറിക്കും. ഇപ്പോഴേലും മനസ്സിലാക്കണം, നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലും ഉണ്ട് മതം തലയ്ക്ക് പിടിച്ച് കിടക്കുന്ന തീവ്രവാദികൾ, ഇസ്ലാമിക തീവ്രവാദികൾ. ഇവർക്ക് സ്വന്തം രാജ്യത്തെ പൗരന്മാരെക്കാളും ഇഷ്ടം പാകിസ്ഥാൻ തീവ്രവാദികളെയും പാകിസ്ഥാനെയും, പിന്നെ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയൊക്കെയാണ് ഇവന്മാർ സ്വപ്നം കൂട്ടി നടക്കുന്നത്. ഇവനിപ്പോൾ അകത്ത് പോയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ കാരണവും നന്ദിയും പറയേണ്ടത് നമ്മുടെ യുവമോർച്ചയുടെ നേതാവായിട്ടുള്ള അദീന ഭാരതിയാണ്. പുള്ളിക്കാരി ഇവനെതിരെ കേസ് കൊടുക്കുകയും ആ കേസ് കഴിഞ്ഞ് 1 വർഷമായിട്ടും ഇതിൻ്റെ പുറകിൽ നടക്കുകയും, ഇപ്പോഴാണ് അന്ന് കേസ് കൊടുത്ത സമയത്ത് ഇവൻ വിദേശത്തായിരുന്നു. ഇപ്പോൾ ഇവൻ തിരിച്ചു വന്ന് ഇവനെ കാത്തിരുന്ന് പിടിച്ച് രാജ്യദ്രോഹ കുറ്റമാണ് ഇവൻ ചെയ്തത്. സ്വന്തം രാജ്യത്തിനേക്കാൾ കൂടുതൽ പാകിസ്ഥാൻ തീവ്രവാദികളെ സ്നേഹിക്കുന്ന നാറി. ഇവനെപ്പോലുള്ള ഇനിയുണ്ട് ഇതുപോലത്തെ തീവ്രവാദികൾ നമ്മുടെ നാട്ടിൽ. ഇവന്മാരെയൊക്കെ കണ്ടുപിടിക്കണം, അകത്താക്കണം. അല്ലെങ്കിൽ ഇവന് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ പ്രേമം മൂത്ത് കിടക്കുകയാണെങ്കിൽ ഇവനെയൊക്കെ ആ രാജ്യങ്ങളിലേക്ക് അടിച്ചോടിക്കണം. ഇവനൊന്നും ഇന്ത്യയിലല്ല ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവരൊക്കെ ഇന്ത്യയെ ബാക്കി മതത്തിൽപ്പെട്ടവരെ കാഫിർ എന്ന് വിളിച്ച് അവരെ കൊല്ലുകയും അല്ലെ മതം മാറ്റിക്കുകയും എന്നിട്ട് ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കണമെന്നാണ് ഇവൻ്റെയൊക്കെ ലക്ഷ്യം. നിങ്ങൾക്കൊക്കെ ഇനിയും ഇതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതെല്ലാം ലോകത്ത് നടക്കുന്ന കാര്യമാണ്. നന്ദി.